ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ മാറുക എന്നാൽ ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയായിരുന്നു. എന്നാൽ ഇനി മുതൽ അങ്ങനെയൊരു ടാസ്ക് ഇല്ല. വളരെ എളുപ്പത്തിൽ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് മൊബൈൽ ഫോണിലൂടെ തന്നെ ആധാറിലെ നമ്പർ മാറ്റാൻ സാധിക്കും. ആധാർ സേവാ കേന്ദ്രങ്ങളിൽ പോയി നീളമുള്ള ക്യൂവിൽ മണിക്കൂറുകൾ നിന്ന് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ട വലിയ കടമ്പയൊന്നും ഇനി ഉണ്ടാകില്ല. OTP നൽകി ഫേസ് ഓതന്റിഫിക്കേഷൻ വഴി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ആധാർ മൊബൈൽ നമ്പർ പുതുക്കാനുള്ള സൗകര്യമാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ UIDAI അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. പുതിയ ആധാർ ആപ്പിൽ ഈ ഫീച്ചർ സാർവത്രികമായി നടപ്പിലാക്കാൻ UIDAI തീരുമാനിച്ചിട്ടുണ്ട്. ഈ സൗകര്യം ലഭ്യമാകുന്നതോടെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ എൻറോൾമെന്റ് സെന്റർ സന്ദർശിക്കുകയോ ക്യൂവിൽ നിൽക്കുകയോ വേണ്ടിവരില്ല. നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉപയോക്താക്കൾക്കായി പുതിയ ആധാർ ആപ്പിൽ ഈ സൗകര്യമുണ്ട്. വൈകാതെ എല്ലാവർക്കും ഇത് ലഭ്യമായി തുടങ്ങും. ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിൽ നിരവധി പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. പലരും ആധാർ എടുക്കുന്ന സമയം സ്വന്തം നമ്പർ ഇല്ലാത്തവർ ബന്ധുവിന്റെ നമ്പരായിരിക്കും ബന്ധിപ്പിച്ചിട്ടുണ്ടാകുക. ഓരോ തവണയും ആധാറുമായി ബന്ധപ്പെട്ട എന്ത് സേവനം നടത്തുമ്പോഴും OTP സ്വീകരിക്കൽ ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. മറ്റു ചിലർക്കാകട്ടെ നേരത്തെ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ ഏതെങ്കിലും സന്ദർഭവശാൽ നഷ്ടമായിട്ടുണ്ടാകും. ഇതും മൊബൈൽ നമ്പർ മാറ്റേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് എത്തിക്കുന്നു. ഇത്തരക്കാർക്ക് സ്വന്തം നമ്പറിലേക്ക് മാറ്റാൻ പുതിയ സൗകര്യം ഉപകാരപ്പെടും. ഇതോടൊപ്പം വിലാസം, പേര്, ഇമെയിൽ എന്നിവയും ആപ്പ് വഴി അപ്ഡേറ്റ് ചെയ്യാൻ വൈകാതെ സൗകര്യം ലഭ്യമാകുമെന്ന് UIDAI വ്യക്തമാക്കിയിട്ടുണ്ട്. പഴയ ആധാർ ആപ്പിൽ ഇത്തരത്തിൽ മൊബൈൽ നമ്പർ മാറ്റാനുള്ള സൗകര്യം ലഭ്യമായിരുന്നില്ല. ആധാർ സേവാ കേന്ദ്രത്തിലെത്തി ബയോമെട്രിക് പരിശോധന നടത്തി മാത്രമേ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ പുതിയ ആധാർ ആപ്പിൽ ഇതെല്ലാം നിഷ്പ്രയാസം സാധിക്കും. ഫേസ് ഡിറ്റക്ഷൻ അഥവാ മുഖപരിശോധന വഴിയാണ് ഫോണിലൂടെ തന്നെ നമ്പർ മാറ്റാൻ സാധിക്കുക. നമ്പർ മാറ്റത്തിന് ആധാർ സേവാ കേന്ദ്രത്തിലെത്തി കുറേ നേരം വരി നിൽക്കുന്നത് മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എന്നിവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ആധാർ എൻറോൾമെന്റ് കേന്ദ്രങ്ങളിലാകട്ടെ വലിയ ക്യൂവാണ് ഇന്നുവരെ അനുഭവപ്പെട്ടിരുന്നതും. അതോടൊപ്പം ആധാർ അപ്ഡേറ്റുകളുടെ സങ്കീർണത കാരണം നിശ്ചിത അപ്പോയിന്റ്മെന്റുകൾ മാത്രമേ ഈ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ഓരോ ദിവസവും നൽകിയിരുന്നുള്ളൂ എന്നതും പൊതുജനങ്ങളെ വലച്ചിരുന്നു. എന്നാൽ ഒരു സ്മാർട്ട് ഫോണിലൂടെ ആധാർ ഉടമയ്ക്ക് തന്നെ ഫോൺ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം വരുന്നതോടെ ഈ പ്രയാസങ്ങൾ കുറയും എന്നാണ് പ്രതീക്ഷ. എങ്ങനെയാണ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആധാർ കാർഡിലെ നമ്പർ മാറ്റം വരുത്തേണ്ടത് എന്ന് നോക്കാം. ഇതിനായി പുതിയ ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. തുടർന്ന് ഈ പുതിയ ആധാർ ആപ്പിൽ നിന്ന് നിലവിലെ മൊബൈൽ നമ്പറിലേക്കോ പുതിയ നമ്പറിലേക്കോ OTP അയച്ചുകൊണ്ടാണ് അപ്ഡേഷൻ പ്രക്രിയ തുടങ്ങേണ്ടത്. പിന്നീട് ഫേസ് ഓതന്റിക്കേഷൻ പൂർത്തിയാക്കണം. ആപ്പിലെ ബിൽറ്റ് ഇൻ ക്യാമറ സൗകര്യം വഴിയാണ് ഫേസ് ഓതന്റിക്കേഷൻ പൂർത്തിയാക്കേണ്ടത്. ക്യാമറയിൽ മുഖം തെളിയുന്നതോടെ കണ്ണുകൾ ഇടയ്ക്കിടെ അടച്ചു തുറക്കണം. മുഖത്തിന് ചുറ്റും പച്ച നിറം തെളിഞ്ഞു എന്ന് ഉറപ്പാകുന്നതോടെ ഫേസ് ഓതന്റിക്കേഷൻ പൂർത്തിയായി. ഇനിയാണ് നമ്പർ മാറ്റത്തിന്റെ പ്രക്രിയ ആരംഭിക്കുന്നത്. ഫേസ് ഓതന്റിക്കേഷൻ പൂർത്തിയായാൽ ആപ്പിന്റെ ഹോം പേജിലെത്തും. ഹോം പേജിൽ ഏറ്റവും താഴെ സർവീസ് എന്ന വിഭാഗത്തിൽ മൈ ആധാർ അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാകും. ഇതിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത ശേഷം ന്യൂ നമ്പർ ഡീറ്റെയിൽ എന്നതിന് കീഴിൽ ഏത് നമ്പറിലേക്കാണോ മാറേണ്ടത് ആ പുതിയ നമ്പർ നൽകുക. തുടർന്ന് ഈ നമ്പറിൽ ലഭിക്കുന്ന OTPയും നൽകണം. ഇതിനുശേഷം വീണ്ടും മുഖപരിശോധന അഥവാ ഫേസ് ഓതന്റിക്കേഷൻ ഉണ്ടാകും. ഇതുകൂടി പൂർത്തിയായാൽ 75 രൂപ ഓൺലൈനായി അടയ്ക്കണം. ഇതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയായി. പരിശോധനകൾക്ക് ശേഷം നമ്പർ മാറ്റം അംഗീകരിക്കപ്പെടും. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആധാർ ആപ്പിൽ UIDAI ഉടൻ തന്നെ അവതരിപ്പിക്കും. നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഈ സൗകര്യം ലഭ്യമായി തുടങ്ങിയിട്ടുള്ളത്. ഇതിനു മുന്നോടിയായി പുത്തൻ ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആധാർ ആപ്പ് iOS, ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. മൊബൈൽ ഫോൺ വഴി നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ ഫേസ് ഓതന്റിക്കേഷൻ പിന്തുണയുള്ള സ്മാർട്ട് ഫോൺ അനിവാര്യമാണ് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിക്കണം.